Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റിനെ കുറിച്ച് നോക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ, റെഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ യൂഷ്വലി debt is issued to be redeemed after a certain period of time. Clear? നമുക്കറിയാം ഒരു ഡെപ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളല്ലേ. ഒന്ന്, അതിനൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. രണ്ട്, ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആവശ്യം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലൊക്കെ വരുന്നതാണ് ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റി നോർമലി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഒരു ഡെപ്റ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ റിഡംഷൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം, മെച്യൂരിറ്റി പീരീഡിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഡിബഞ്ചേഴ്സിനെയാണ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോണ്ടിനെയാണ് റിഡീമബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ റിഡീമബിൾ ബോണ്ട് അല്ലെങ്കിൽ റിഡീമബിൾ ഡിബഞ്ചർ അല്ലെങ്കിൽ റിഡീമബിൾ ഡെപ്റ്റ് അത് വരുന്ന സമയത്ത് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലേ? അപ്പം നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്, അല്ലേ, ഇത് വ്യത്യസ്തമായിട്ടുള്ള ചില കണ്ടീഷൻസ്, കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇറഡീമബിൾ ഡെപ്റ്റിൽ റീപേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്, അല്ലേ, റിഡംഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, പക്ഷെ ഇവിടെ എന്തുണ്ടാവും, റിഡംഷൻ വാല്യൂ ഇവിടെ വരും. ഓക്കെ, നേരത്തെ ആണെങ്കിൽ ഇഷ്യൂ ചെയ്ത ശേഷം അത് റിഡംഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഇറഡീമബിൾ ഡെപ്റ്റിൽ നമ്മൾ, അല്ലെ, ഏത് പീരീഡിൽ റിഡീം ചെയ്യുന്നു, അതിൻ്റെ പീരീഡ് എന്താണ്, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെയല്ല, റിഡംഷൻ സമയത്ത് ഒരു പ്രത്യേക പീരീഡ് ആയിരിക്കും. അപ്പോൾ ആ പീരീഡ് വരെയുള്ള കാര്യം നമ്മൾ നോക്കണം. ക്ലിയർ? അപ്പം അങ്ങനെ റിഡംഷന് സംബന്ധിക്കുന്ന കാര്യം, അതുപോലെ റിഡീമബിൾ വാല്യൂവിൽ തന്നെ റിഡീം ചെയ്യുന്നത് ചിലപ്പോൾ പാറിലായിരിക്കാം, അല്ലേ, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കാം. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുമ്പോൾ മാത്രമേ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ റിഡീമബിൾ ഡെപ്റ്റ് ക്യാപിറ്റൽ may be computed by using yield to maturity, also called as internal rate of return or trial and error method. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ അതിന് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് കൂടെ പറയുന്നു. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരൂടെ പറഞ്ഞാൽ YTM, ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയും. ക്ലിയർ? YTM. ഇങ്ങനെ ഈൽഡ് ടു മെച്യൂരിറ്റി പീരീഡ് വരെയുള്ള ഈൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഈൽഡാണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കാവുന്ന ഒരു കാര്യം നോർമലി ഒരു ആൾട്ടർനേറ്റീവാണ്. അതല്ല എങ്കിൽ, ചിലപ്പോൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ, ക്ലിയർ, ഒരു അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് എടുക്കാം, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. എന്താണ് ഈൽഡ് ടു മെച്യൂരിറ്റി, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സിംപ്ലി പറഞ്ഞ എന്താ, അതായത് നമ്മൾ നേരത്തെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പഠിച്ചതുപോലെ, അല്ലേ, നമുക്കറിയാവുന്നത് പോലെ ഏത് ഡിസ്കൗണ്ട് റേറ്റിൽ വെച്ച് ഡിസ്കൗണ്ട് ചെയ്താലാണോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസിന് തുല്യമായിട്ട് വരുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. അല്ലേ? അത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കിട്ടുന്ന റേറ്റ്, അതല്ലെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇവിടെ നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ക്ലിയർ? ഒരു ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൽ നിന്നും മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മളത് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഈൽഡ്, ആനുവലൈസ്ഡ് ഈൽഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയാം.
ഓക്കെ, ഇത് ഒരു മാർഗമാണ്. ക്ലിയർ? ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താ? ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. ക്ലിയർ? ഈ ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ആയിട്ടുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോർമുല ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് ചെറിയ വ്യത്യാസത്തോടുകൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് എടുക്കുക, ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അവിടെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ബിഫോർ ടാക്സ് അല്ലേ, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റും, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ബിഫോർ ടാക്സ് ഉണ്ട്, ആഫ്റ്റർ ടാക്സ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട എന്താ? ബിഫോർ ടാക്സ് കോസ്റ്റ്. അപ്പോൾ ബിഫോർ ടാക്സ് കോസ്റ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റിഡീമബിൾ ഡെപ്റ്റിൻ്റെ ബിഫോർ ടാക്സ് കോസ്റ്റ് ഈൽഡ് ടു മെച്യൂരിറ്റി ഫോർമുല അല്ലെങ്കിൽ ഈൽഡ് ടു മെച്യൂരിറ്റി മെത്തേഡ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവിടെ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോ വർഷത്തെയും നമ്മളത് എടുക്കും. ക്ലിയർ? I1 ഡിവൈഡഡ് ബൈ 1+ അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും കൊടുക്കാൻ കാരണം? നമുക്കറിയാം മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ട് n ഇയേഴ്സ് ആയിരിക്കും മെച്യൂരിറ്റി പീരീഡ് അല്ലേ. 4 years, 5 year അല്ലെങ്കിൽ 10 year എന്തായിക്കോട്ടെ. അപ്പോൾ n നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? 1 മുതൽ n വരെയുള്ള പീരീഡിൽ എന്തൊക്കെയാണോ വരുന്നത് ആ വർഷങ്ങളിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതൊക്കെ നമ്മുടെ ഇൻഫ്ലോസ് ആണ്, ഇൻവെസ്റ്റഡ് ഇൻഫ്ലോ ആണ്, ഫേമിൻ്റെ ഔട്ട്ഫ്ലോ ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർച്ചേസ് പ്രൈസ് നമ്മൾ ആദ്യം കൊടുക്കണം, അതിനെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് നമുക്ക് പറയാം. ക്യാഷ് ഔട്ട്ഫ്ലോയും ക്യാഷ് ഇൻഫ്ലോസും തുല്യമായിട്ട് വരുന്നൊരു ഡിസ്കൗണ്ട് റേറ്റ് ഏതാണോ അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ IRR അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? I1 മീൻസ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഇയർ, I2 ഇൻട്രസ്റ്റ് ഓഫ് ദി സെക്കൻഡ് ഇയർ, I3 ഇൻട്രസ്റ്റ് ഓഫ് ദി തേർഡ് ഇയർ, I അപ് ടു അല്ലേ ഏതുവരെ? IN വരെ നമ്മൾ എടുക്കണം. ക്ലിയർ? ദെൻ IN-ന് ശേഷം എന്തുകൂടെ വരുന്നു? നമുക്ക് മെച്യൂരിറ്റി പീരീഡിൽ മെച്യൂരിറ്റി ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അതിന് നമ്മൾ പറയുന്ന പേര് VN ആണ്, വാല്യൂ അറ്റ് ദി എൻഡ്. ക്ലിയർ? റിഡംഷൻ വാല്യൂ എന്ന് വേണമെങ്കിൽ കൊടുക്കുക, RV എന്ന് വേണമെങ്കിൽ കൊടുക്കുക, റിഡംഷൻ വാല്യൂ. ക്ലിയർ? അല്ലെങ്കിൽ വാല്യൂ അറ്റ് ദി എൻഡ് പീരീഡ്. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഇത് മെച്യൂരിറ്റി പീരീഡ് തിരിച്ചേൽപ്പിച്ചാൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതിനെ nth പീരീഡിലുള്ള വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കും. ക്ലിയർ? V0 എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ അറ്റ് ദ ബിഗിനിങ്, വാല്യൂ അറ്റ് ദി 0 പീരീഡ് മീൻസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇപ്പം നമ്മൾ മുടക്കുന്ന പൈസ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില എന്നൊക്കെ നമുക്ക് എടുക്കാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 1 + KD⁻1, 1 + KD⁻2 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ സാധാരണ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? 1 + R⁻n ആണ് കൊടുക്കുക അല്ലേ. ഈ n എന്ന് പറയുന്നത് 1, 2, 3 അപ് ടു n വരെ ആവാം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ R-ന് പകരമായിട്ട് നമ്മളിവിടെ R എന്ന് പറയുന്നത് എന്തായിട്ടാണ്? റേറ്റ് ആണ്. അപ്പോൾ ആ റേറ്റ് ഇവിടെ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? ഹിയർ റേറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഏത് റേറ്റ് വെച്ചിട്ട് എടുത്താലാണോ തുല്യമാകുന്നത്, രണ്ടും തുല്യമാകുന്നത്, ആ റേറ്റ് നമ്മൾ YTM-ആയിട്ട് എടുക്കും. അപ്പോൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഷോർട്ടായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. സമ്മേഷൻ ഓഫ് ക്ലിയർ IT ഡിവൈഡഡ് ബൈ 1 + KD⁻T എന്ന് പറയുന്നത് ഇത്രയും വരും. ക്ലിയർ? ഇത്രയും പോർഷൻ ഇൻട്രസ്റ്റുകളുടെ മുഴുവനായിട്ടുള്ള വാല്യൂ, ടൈം വാല്യൂ, പ്രസൻറ്റ് വാല്യൂ. ദെൻ ഇതെന്ന് പറയുന്നത് എന്താ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി മെച്യൂരിറ്റി എമൗണ്ട്. മെച്യൂരിറ്റി എമൗണ്ടിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്ലിയർ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ആൻഡ് ഫ്ലോ. ക്ലിയർ? ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ആൻഡ് ഫ്ലോ ഔട്ട്ഫ്ലോയ്ക്ക് തുല്യമായിട്ട് വരുന്ന ഏത് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്തതാണോ ആ റേറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ പറയും. ക്ലിയർ? ഇതാണ് ഒരു മെത്തേഡ്, റിഡീമബിൾ ഡെപ്റ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് വാല്യൂ, ഓക്കെ, പ്രൈസ്, ഓക്കെ, the issue price of the debenture,
then Vn equal to redeemable value of the debt. Clear? I1, I2, I3 up to I എന്ന് പറയുന്നത് amount of annual interest ആണ്. പീരീഡ് 1, 2, 3 അതൊക്കെയാണ് ടി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് റിഡംഷൻ ആണ് നമ്മൾ എൻ എന്ന് പറയുക. കെ ഡി ഈക്വൽ ടു ഈൽഡ് ടു മെച്യൂരിറ്റി ഓർ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കോസ്റ്റ് ഓഫ് ഡെറ്റ്, ക്ലിയർ, ഓർ ഡിസ്കൗണ്ട് റേറ്റ്, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ആഫ്റ്റർ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ക്ലിയർ, കെ ഡി ബി അല്ലേ, കെ ഡി എ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? കെ ഡി ബി കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഇൻറ്റു 1 മൈനസ് ടി ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ ഡി എ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കിട്ടും. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് YTM വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഷോർട്ട് കട്ട് ഫോമുല നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ക്ലിയർ? സോ സെക്കൻഡ് മെത്തേഡ് എന്താണ്? സെക്കൻഡ് മെത്തേഡ് എന്താ? ഷോർട്ട് കട്ട് മെത്തേഡ് ഓർ ടു കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെറ്റ്. ക്ലിയർ? റിഡീമബിൾ ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ്. So in order to avoid complex calculation and the hit and trial method, അല്ലെ, അവിടെ ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ ഹിറ്റ് ആൻഡ് ട്രയൽ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി we can compute the approximate cost of redeemable debt by using the following simple formula. Clear? That is KDB equal to I plus 1 divided by n into RV minus NP divided by 1 by 2 of RV plus NP. So this is a formula. I ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ഐ ആണ് കേട്ടോ. ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ ആണ് കേട്ടോ. 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ 1/2 ഓഫ് ആർ വി പ്ലസ് എൻ പി. ഓക്കെ, നമ്മൾ ഫോമുല നോക്കി. ഇതിന് നൊട്ടേഷൻ നോക്കാം. എന്താണ് നൊട്ടേഷൻ? ഐ ഈക്വൽ ടു ആനുവൽ ഇൻട്രസ്റ്റ്, എൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് അല്ലേ ഇൻ വിച്ച് ഡെപ്റ്റ് ഈസ് ടു ബി റിഡീംഡ്, അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ആർ വി ഈക്വൽ ടു റിഡീമബിൾ വാല്യൂ, എൻ പി ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദി ഗിവൻ. നെറ്റ് പ്രൊസീഡ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ളതാണ്. ആർ വി എന്ന് പറയുന്നത് റിഡംഷൻ സമയത്ത് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. ക്ലിയർ? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത് ബിഫോർ ടാക്സ് ആണ്. ആഫ്റ്റർ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ഇൻറ്റു 1 മൈനസ് ടി ചെയ്യും. ക്ലിയർ? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടി. അപ്പോൾ ടാക്സ് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് പിന്നീട് അതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ്. സോ ഐ 1 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ 1/2 ഓഫ് ആർ വി പ്ലസ് എൻ പി. ഇവിടെ എന്ത് മാത്രം ചേർക്കുന്നത്? ഐ എന്ന് മാത്രം പറയുന്നതിന് പകരം ഐ ഇൻറ്റു 1 മൈനസ് ടി ചേർക്കും. ക്ലിയർ? ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം പോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ടി ഈക്വൽ ടു ടാക്സ് റേറ്റ് ആണ്. ക്ലിയർ? 1 മൈനസ് ടി എന്ന് പറയുമ്പോൾ ടാക്സ് കഴിച്ചിട്ടുള്ള ഇതിൻ്റെ ടാക്സ് ഷീൽഡ് നമ്മൾ മെഷർ ചെയ്തിട്ട് ബാക്കിയുള്ള അഡ്വാൻറ്റേജ് എടുത്ത് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി ഇഷ്യൂസ് 10 lakh rupees, 10 lakh 10% redeemable debentures at a discount of 9%. Then the cost of flotation amounts to rupees 30,000. 30,000 രൂപയാണ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. So the debentures are redeemable after 5 years. 5 വർഷം കഴിഞ്ഞിട്ട് റിഡീം ചെയ്യണം. Calculate the before tax and after tax cost of debt assuming a tax rate of 50%. ബിഫോർ ടാക്സും കാൽക്കുലേറ്റ് ചെയ്യണം, ആഫ്റ്റർ ടാക്സും കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? ഫ്ലോട്ടിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ക്ലിയർ? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പാർ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, റിഡംഷൻ ചെയ്യുന്നത് എന്താ? 10% റിഡീമബിൾ വാല്യൂ അറ്റ് എ ഡിസ്കൗണ്ട്. ക്ലിയർ? അപ്പോൾ റിഡീമബിൾ വാല്യൂ പാറിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ആവശ്യമായിട്ടുള്ള വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം, ആദ്യം ബിഫോർ ടാക്സ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കെ ഡി ബി നമ്മൾ എടുക്കുമ്പോൾ ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ അല്ലേ ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു ആർ വി പ്ലസ് എൻ പി. ഇതാണ് വരുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് എടുക്കാം അല്ലേ. 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ അല്ലേ പെർസെൻറ്റേജ് തന്നിരിക്കുന്ന എത്രയാണ്? 10%. അപ്പോൾ ഇൻറ്റു 10/100 അല്ലേ പലിശ. ഒരു വർഷത്തേക്ക് പലിശ 10 ലക്ഷം രൂപയുടെ ഡിബെഞ്ചറിന് ഒരു വർഷത്തെ പലിശ എത്ര വരും? 1 lakh റുപ്പി വരും. 1 ലക്ഷം രൂപ. അപ്പോൾ 1 ലക്ഷം രൂപയാണ് പലിശ. ഐ എന്ന് പറയുന്നത് 1 lakh റുപ്പിയാണ്. ഐ ഈക്വൽ ടു 1 lakh. അടുത്തെന്ത് വേണം? എൻ വേണം അല്ലേ. എൻ ഈക്വൽ ടു എത്രയാണ്? അതിൻ്റെ ഇയർ പറയുന്നുണ്ട് 5 years ആണ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എൻ ഈക്വൽ ടു 5 years. ഓക്കെ,
റിഡീമബിൾ വാല്യൂ ഒന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. റിഡീമബിൾ ആഫ്റ്റർ 5 years എന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് റിഡീമബിൾ വാല്യൂ എന്തായിട്ടാണ് എടുക്കുന്നു? പാർ വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര തന്നെ കൊടുക്കണം? 10 ലക്ഷം തന്നെ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് റിഡീമബിൾ വാല്യൂ 10 lakh റുപ്പീ തന്നെയാണ്. ഓക്കെ. ദെൻ നെറ്റ് എൻ പി കണ്ടുപിടിക്കണം അല്ലേ? എൻ പി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ എൻ പി? എൻ പി ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ്സ്. സാധാരണ നമ്മൾ എന്താ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ക്ലിയർ? ഇവിടെ 10 ലക്ഷം രൂപയാണ് നമ്മുടെ ഫേസ് വാല്യൂ. അതിൽ 9% എന്താണ്? ഡിസ്കൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരും? 90,000 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് വന്നു. ക്ലിയർ? സോ ഒന്നുകൂടെ നോക്കാം നമുക്കിവിടെ. സോറി, ഡിസ്കൗണ്ട് ഈസ് ഓൺലി 5%, നോട്ട് 9%. ഇറ്റ് ഈസ് 5% ഡിസ്കൗണ്ട് കേട്ടോ. 5% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കണം അല്ലേ? നെറ്റ് പ്രൊസീഡ്സ് ഈക്വൽ ടു ഫേസ് വാല്യൂ ക്ലിയർ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് floating cost. Clear? So face value equal to 10 lakh minus discount എന്ന് പറഞ്ഞാൽ 5% എന്ന് പറയുമ്പോൾ 5 lakh റുപ്പീ വരും അല്ലേ? 5 ലക്ഷം രൂപ. 5 അല്ല, 50,000 റുപ്പീസ്. സോറി, 50,000 രൂപ മാത്രമേ വരുള്ളൂ. 5% ഓഫ് 10 lakh ഈക്വൽ ടു 50,000 റുപ്പീസ് മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് ഈസ് 30,000. ക്ലിയർ? അപ്പോൾ 50 + 30 കുറച്ച് കഴിഞ്ഞ് എത്ര കിട്ടും? 9,20,000 കിട്ടും. 10 ലക്ഷം മൈനസ് 50,000 മൈനസ് 30,000. സോ 9,20,000 ഈസ് ദി നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? 9,20,000. ഇനി നമ്മൾ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്ന സമയത്ത് 1 lakh പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10 lakh മൈനസ് 9,20,000 എൻ പി ഡിവൈഡഡ് ബൈ 1/2 ഓഫ് 10 lakh പ്ലസ് 9,20,000 അല്ലേ? അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എൻ പി ഈക്വൽ ടു 10 lakh മൈനസ് 50,000 മൈനസ് 30,000. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? സോ ഓൺ റെഡ്യൂസിങ് ഇറ്റ് വിൽ കംസ് ടു 12.08%. 12.08%. ഇത് ബിഫോർ ടാക്സ് കോസ്റ്റ് ആണ് അല്ലേ? KDB എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഫോർ ടാക്സ്. ഇനി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? ഐ മാത്രം എടുക്കുന്നതിന് പകരം I ഇൻറ്റു 1 - T ആദ്യം ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ. പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP. ക്ലിയർ? അത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? I 1 - T ചെയ്യുന്നു. ടാക്സ് റേറ്റ് T ഈക്വൽ ടു 50%, 0.5 ആണ്. അപ്പോൾ എങ്ങനെ വരും? സോ 1 lakh ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ക്ലിയർ 1 മൈനസ് 0.5 that is equal to 0.5 തന്നെ കിട്ടും. പ്ലസ് 1/5 ഇൻറ്റു 10 lakh മൈനസ് 9,20,000 ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ക്ലിയർ 10 lakh പ്ലസ് 9,20,000. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എത്ര കിട്ടുന്നുണ്ട് ഇവിടെ? സോ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1 lakh ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 50,000 റുപ്പീസ് വരും. 1 lakh ഇൻറ്റു 0.5 ടാക്സ് അഡ്ജസ്റ്റഡ് റേറ്റ് വരുമ്പോൾ 50,000 വരും, പകുതി ആയതുകൊണ്ട് അല്ലേ? ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വാല്യൂ എത്ര വരിക? 1 ഡിവൈഡ് ബൈ 5 ഇൻറ്റു ക്ലിയർ ദിസ് 80,000 ഈക്വൽ ടു 16,000 വരും. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 9,60,000. സോ 66,000 ഡിവൈഡ് ബൈ 9,60,000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.875. ഇതാണ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പം ഇങ്ങനെ നമുക്ക് KDA കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡാണ് കുറച്ചുകൂടെ നല്ലത്. ക്ലിയർ? കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ചെയ്യാനൊക്കെ എളുപ്പം. പക്ഷേ ഈൽഡ് ടു മെച്യൂരിറ്റി മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ വർഷത്തെയും ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. എ 2 year 5 year rupees 1,000 debentures of a firm can be sold for a net price of rupees 95. വിൽക്കുന്നതിൻ്റെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 95 രൂപയ്ക്ക് ഇപ്പം വിൽക്കാൻ പറ്റും. 100 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് ഫേസ് വാല്യൂ. ക്ലിയർ? ഇപ്പം വിൽക്കുന്ന വില എത്ര? 95. ദെൻ ദ കൂപ്പൺ
rate of interest is 14%, 14% അതിൻ്റെ കൂപ്പൺ റേറ്റ്. ഓക്കെ, and the debenture will be redeemed after 5 years. So will be redeemed after 5 years at a 5% premium on maturity. 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 100 രൂപയുടെ ഫേസ് വാല്യൂള്ള ഡിബഞ്ചർ 5 രൂപ പ്രീമിയം, 5% എന്ന് പറയുമ്പോൾ 5 രൂപ തന്നെ വരും. അപ്പോൾ 105 രൂപയ്ക്കാണ് നമ്മൾ റിഡീമബിൾ ചെയ്യുക. അപ്പോൾ റിഡംഷൻ വാല്യൂ 105 രൂപയാണ്. ക്ലിയർ? Then the firm's tax rate is 35%. Calculate yield to maturity and the after tax cost of debenture. Clear? Yield to maturity calculate ചെയ്ത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എത്രയാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? yield to maturity തന്നെയാണ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇത് മെഷർ ചെയ്യാൻ വേണ്ടി പ്രസന്റ് വാല്യൂ അറ്റ്, അല്ലേ, രണ്ട് നമുക്ക് ട്രയൽ ആൻഡ് എറർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് വാല്യൂ ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്യണം. ക്ലിയർ? 14%. ഒന്നുകിൽ ഇത് തന്നെ നമുക്ക് ആദ്യത്തെ റേറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 15%, 17%, രണ്ട് റേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? രണ്ട് റേറ്റ് എടുത്തു. അവർ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ക്ലിയർ? ഓൾറെഡി ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ക്ലിയർ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് ആർ അറ്റ് 15% ആൻഡ് 17%. എത്രയാണോ ഓരോന്നിൻ്റെയും വർഷത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എളുപ്പമായി, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 15%, 17% മാത്രം ട്രൈ ചെയ്താൽ മതി. കൂടുതൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതിൻ്റെ റേറ്റ് ടേബിൾ നോക്കേണ്ട കാര്യമില്ല. ടേബിളിൻ്റെ വാല്യൂ ഇവിടെ തന്നെ ഓരോന്നിനെയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി കമ്പ്യൂട്ടേഷൻ നോക്കാം. ക്ലിയർ? V0 = അല്ലേ, നമ്മളിതിനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ I/, അല്ലേ, ഫോമിൽ നമ്മൾ എഴുതി I1, I2, I3, I4, I5 പ്ലസ് V5 വരും. എന്താ V5? മെച്യൂരിറ്റി വാല്യൂ. ക്ലിയർ? 105 രൂപ കിട്ടുന്നതുകൊണ്ട്. ഇനി ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I1 എത്രയാണ്? 14 രൂപയാണ്, അല്ലേ? 100 രൂപയ്ക്ക് 14% പലിശ. അപ്പോൾ 100 × 14/100 = 14 രൂപയാണ് കിട്ടും. ക്ലിയർ? അപ്പോൾ 14 വിൽ ബി ദ ഇൻട്രസ്റ്റ്, ആനുവൽ ഇൻട്രസ്റ്റ്. സോ 14, അല്ലേ? ഇനി മെച്യൂരിറ്റി വാല്യൂ എത്രയാണ്? 105 രൂപ. 100 രൂപയും 5 രൂപ പ്രീമിയം കൂടെ ചേർത്ത് 105 രൂപയ്ക്കാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ 105 രൂപയാണ് റിഡംഷൻ വാല്യൂ. ക്ലിയർ? ഇനി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 15% വെച്ച് നോക്കണം, അല്ലേ? പിന്നീട് KD എന്ന് പറയുന്നത് എന്തായിട്ട് നോക്കുന്നു? 17% വെച്ച് നോക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ക്ലിയർ, 15% വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ക്ലിയർ, 14.870, അല്ലേ? നമുക്കറിയാം പ്രസന്റ് വാല്യൂ ഫാക്ടർ ഇൻറ്റു, ക്ലിയർ, PVF ഇൻറ്റു ഇൻഫ്ലോ, PVF ഇൻറ്റു ഇൻഫ്ലോ. അങ്ങനെ ഓരോ വർഷത്തെയും ഇൻഫ്ലോസിനെ PVF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ, അല്ലേ, എല്ലാത്തിനെയും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 99.12 കിട്ടി. 99.12. ക്ലിയർ? അപ്പോൾ ഇത് 99.12 അല്ലേ? നമ്മൾ വാല്യൂ എത്രയാണ് ശരിക്കും? ഇത് ഇൻഫ്ലോ ആണ്. ക്ലിയർ? ശരിക്കും വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. ക്ലിയർ? അപ്പോൾ ഇൻഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ 99.12 മൈനസ്, അല്ലേ, 100 ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ 88 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ക്ലിയർ? അപ്പോൾ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. സോ it is greater than the required PV of 95. സോറി, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 99.12 പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. ക്ലിയർ? ശരി. 99.12. ക്ലിയർ? പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താ? കറണ്ട് മാർക്കറ്റ് പ്രൈസ് പ്രസന്റ് എമൗണ്ട്. അത് എത്രയാണത്? ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 95.9 എന്നാണ് കൊടുത്തി. ക്ലിയർ? 95 രൂപ 90 പൈസക്കാണ് ഇപ്പം വിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും വരിക. ക്ലിയർ? സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു എ പോസിറ്റീവ് എമൗണ്ട് ഓഫ്, ക്ലിയർ, പോസിറ്റീവ് NPV. അങ്ങനെ പോസിറ്റീവ് NPV കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹയർ റേറ്റ് ട്രൈ ചെയ്യുന്നു. സോ ലെറ്റ് us try 17%. അപ്പോൾ 17% ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്ത് ചെയ്യുന്നു. അങ്ങനെ എടുത്ത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും നമുക്ക്? 92.68 ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കിട്ടുക. ദെൻ മൈനസ് 95.9 ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഒരു നെഗറ്റീവും കിട്ടി, ഒരു പോസിറ്റീവും കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇൻ്റർപൊളേഷൻ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇൻ്റർപൊളേഷൻ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ക്ലിയർ, നമുക്ക് കിട്ടും 15% ലോവർ റേറ്റ്, അല്ലേ? ഹയർ റേറ്റ് എന്ന് പറയുന്നത് 17%. അപ്പോൾ 17 മൈനസ് 15 ചെയ്തു ഇൻറ്റു, അല്ലേ, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ P1 മൈനസ് Q ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3.22, അല്ലേ? 3.22 ആണ് കിട്ടുക.
ഓക്കെ. ദെൻ P1 മൈനസ് P2 ചെയ്ത് കഴിഞ്ഞാൽ 6.44 കിട്ടും. അപ്പോൾ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 16% നമുക്ക് കിട്ടും. 16% ഈസ് ദി yield to maturity. ഈ 16% നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് എടുക്കും. So here 16% can be calculated as before tax cost of debt. Clear? KDB equal to 16%. ഇനി KDA കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു KDB ഇൻറ്റു 1 മൈനസ് T. ടാക്സ് റേറ്റ് 35% ആണ്. അപ്പോൾ അതുകൊണ്ട് 16 ഇൻറ്റു 1 മൈനസ് 0.35 ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10.4% കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ yield to maturity മെത്തേഡ് അനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അനുസരിച്ചിട്ടോ, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് അനുസരിച്ചിട്ടോ റെഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? So one more question, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. A 5-year ₹100 debentures of a firm can be sold for a net price of 96.5. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് പറയുന്നത് 96.5. So the coupon rate is 14%. 14% coupon rate. And the debentures would be redeemed 5% premium on maturity. 5% മെച്യൂരിറ്റിയിൽ 100 രൂപ എന്നുള്ള ഡിബഞ്ചർ 5 രൂപ ചേർത്ത് 105 രൂപയ്ക്ക് കൊടുക്കുന്നു. ക്ലിയർ? And what is the firm's tax rate is 40%. 40% tax rate. Clear? Calculates the yield to maturity. That is calculate before tax cost of debt. Okay. And then after tax cost of debt. After tax and before tax നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോർമുല ചെയ്യുന്നു അല്ലേ? ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചത്. I plus 1 divided by n into RV minus NP divided by 1/2 of K. RV plus NP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക I എത്രയാണ് കിട്ടുക? 100 രൂപയുടെ 14%. അപ്പോൾ 14/100 = 14. 14 തന്നെ കിട്ടി. ക്ലിയർ? n equal to 5 years. അതുകൊണ്ട് n 1/5 തന്നെ എടുത്തു. ക്ലിയർ? Then what is the അടുത്ത P1 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് RV റിഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 105 രൂപ. what is റിഡീമബിൾ വാല്യൂ? എങ്ങനെയാണ്? 5% പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 5 രൂപ കൂടെ കൂട്ടിക്കുക. 100ൻ്റെ 5% 5 രൂപ. അപ്പോൾ 100 രൂപയും 5 രൂപയും കൂടെ ചേർക്കുമ്പോൾ ഒരു ഡിബഞ്ചറിന് 105 രൂപ കൊടുക്കണം. അപ്പോൾ 105 രൂപ RV റിഡീമബിൾ വാല്യൂ മൈനസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലേ? അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ്. ഇതാണ് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് 96.5 divided by 1/2 of 105 plus 96.5. സോ എല്ലാം കൂടെ റെഡ്യൂസ് ചെയ്ത് വരികയാണ്. നമുക്ക് കിട്ടും 15.7 divided by 100.75 or equal to 15.58 ആണ് കിട്ടുക. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിലോ I into 1 minus TE അല്ലേ? ഇത്രയും ചെയ്ത ശേഷം ദെൻ നേരത്തെ ചെയ്ത പോലെ 1 divided by n into RV minus NP divided by 1/2 of RV plus NP. അവിടെ T എന്ന് പറയുന്നത് 40%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 14 into 1 minus അല്ലേ 4 into 1/5 divided by into 105 minus 96.5 divided by 1/2 of 105 plus 96.5. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8.4 plus 1.7 divided by 100.75. So that is equal to 10.025. ഇങ്ങനെ റെഡീമബിൾ ആയിട്ടുള്ള ഡെപ്റ്റിൻ്റെ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സ് കോസ്റ്റും ക്ലിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് കട്ട് ഫോർമുലയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുത്ത് ചെയ്ത് നോക്കുക. ക്ലിയർ? ഹൗ യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. ക്ലിയർ? അപ്പോൾ എങ്ങനെ ചെയ്യുന്നു, ഏത് രീതിയിലാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുക. ക്ലിയർ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുക. കേട്ടോ?